ഹായ് ഹലോ, ഐ എം നിതിൻ. ദിസ് ഈസ് NSK മാത്സ്. അപ്പൊ നമ്മള് ചെയ്തുകൊണ്ടിരുന്നത് SSLCയിലെ മൂന്നാമത്തെ ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററിലെ 5 ഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ലാസ്റ്റത്തെ ഭാഗം അല്ലെങ്കിൽ 6ാമത്തെ ഭാഗത്തിലോട്ട് നമുക്ക് കടക്കാം. 3 ചോദ്യങ്ങളോട് കൂടി നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ 6ാമത്തെ ഭാഗത്തിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന 3 ചോദ്യമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള 3 ചോദ്യമാണ്. നമ്മൾ പഠിച്ച എല്ലാ ഇക്വേഷൻസുകളും എല്ലാ ഐഡിയകളും എല്ലാം നമുക്ക് ഈ 3 ക്വസ്റ്റ്യൻസുകളിൽ നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നാൽ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. 1ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, അതായത് 3ാമത്തെ ഭാഗത്തിലെ 1ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ആദ്യം വായിച്ച് മനസ്സിലാക്കുക. എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ശ്രദ്ധിച്ചേ. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പർ. ഓൾറെഡി നമ്മൾ നാച്ചുറൽ നമ്പറിന്റെ സമ്മ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു. എന്തായിരുന്നു നാച്ചുറൽ നമ്പറിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ? n×n+1/2 അല്ലെ? സബ് ക്വസ്റ്റ്യൻ 1 നമ്മൾ ചെയ്യുന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നാച്ചുറൽ നമ്പറിന്റെ സമ്മ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. നാച്ചുറൽ നമ്പറിന്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? n×n+1/2. ആ ഇക്വേഷൻ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്തു. എന്നിന്റെ സ്ഥാനത്ത് നമുക്ക് എന്തിട്ട് കൊടുക്കുക? ഈ 20 ഇട്ട് കൊടുക്കുക അല്ലെ? എത്ര ടൈമിന്റെ സമ്മാണ് പറഞ്ഞിരിക്കുന്നത്? 20. അപ്പൊ നമുക്ക് n ഉള്ളിടത്ത് നമുക്ക് എന്തിട്ട് കൊടുക്കാം? 20 ഇട്ട് കൊടുക്കുക. അപ്പൊ അതേ നോക്കിക്കേ, ഈ n ഉള്ളിടത്തെല്ലാം 20 ഇടുമ്പോൾ എന്ത് വരും? 20 × 20+1/2 that is equal to 20 × 21/2. ഈ 2ഉം ഈ 20യും കൂടെ വെട്ടി 10 എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ 30. 21 ഇവിടെ ഉണ്ട്. ഈ 0 കൂടെ ചേരുമ്പോൾ എന്ത് വരും? 210. ഈ ഇക്വേഷൻ ഈ ഒരു 10ാം ക്ലാസ്സിലേക്ക് വേണ്ടി മാത്രം നിങ്ങൾ പഠിക്കല്ലേ. നിങ്ങൾക്ക് ജോലി കിട്ടുന്ന ഒരു ആവശ്യമുള്ള ഒരു ഇക്വേഷൻ ആണ് ഈ പറഞ്ഞിരിക്കുന്ന നാച്ചുറൽ നമ്പറിന്റെ സമ്മിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. അപ്പൊ അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കും. നമുക്ക് ഇനി 2ാമത്തെ സബ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. 2ാമത്തെ സബ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 20 നമ്പേഴ്സ്. സെയിം അതുപോലെ തന്നെ ഉണ്ടല്ലേ? പക്ഷേ അതിനുശേഷം പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഗോഡ് ബൈ മൾട്ടിപ്ലൈയിങ് ദ നാച്ചുറൽ നമ്പർ ബൈ 5 ആൻഡ് ആഡിങ് 1. അപ്പൊ നമുക്കറിയാം നാച്ചുറൽ നമ്പർ, ആദ്യത്തെ നാച്ചുറൽ നമ്പർ 1, 2, 3, 4 അങ്ങനെ പോകും. ഇതാണ് നമ്മുടെ നാച്ചുറൽ നമ്പർ. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് ഈ നാച്ചുറൽ നമ്പറിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ശ്രദ്ധിച്ചു നോക്കിയേ. ക്വസ്റ്റിനെ പറഞ്ഞിരിക്കുന്നത് മൾട്ടിപ്ലൈയിങ് ദ നാച്ചുറൽ നമ്പേഴ്സ് ബൈ 5. അപ്പം 5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ട് ആഡിങ് 1. അപ്പൊ ഓരോന്നിനെ നമുക്ക് 5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം. അപ്പൊ 1നെ 5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് 1 കൂട്ടാൻ തരാം. 5 × 1 5 + 1 6. 2നെ 5 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടാൻ തരാം. 5 × 2 10 + 1 11. അടുത്തത് 3നെ 5 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടാൻ നേരം എത്ര വരും? 3 15, 15 1 16. അടുത്തത് 4നെ 5 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടാൻ നേരം 4 20, 20 1 21. അപ്പൊ നമുക്ക് പുതിയൊരു ശ്രേണി കിട്ടി. 6 11 20 എന്താണ് 6 11 16 21 എക്സെട്ര. അങ്ങനെ എത്ര ടൈമിന്റെ വേണ്ടത്? 20. അപ്പൊ 20ാമത്തെ പദത്തിന്റെ അപ്പൊ എന്തായിരിക്കും? 20നെ 5 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടണം. അപ്പൊ 20 × 5 100, 100 + 1 100. അപ്പൊ ലാസ്റ്റ് ടൈം എത്ര കിട്ടി? 101. നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ ഇക്വേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആദ്യത്തെ ടൈമിനെ x1 എന്ന് വിളിച്ചു, ലാസ്റ്റത്തെ ടൈമിനെ xn എന്ന് വിളിച്ചാൽ നമുക്കറിയാം സമ്മിന്റെ ഇക്വേഷൻ എന്താണ്? n/2 × x1 + xn. ഇവിടെ n എന്ന് പറയുന്ന എത്ര പദമാണ്? 20. അപ്പൊ നമുക്ക് n-ന്റെ അവിടെ എന്തിട്ട് കൊടുക്കുക? 20/2 × x1ന്റെ സ്ഥാനത്ത് എന്താണ്? 6 + xn-ന്റെ സ്ഥാനത്ത് 101. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 20ഉം 2ഉം കൂടെ വെട്ടി 10 എഴുതാം. 100 + 6, 101 + 6 എത്രയാണ്? 107. ആൻസർ എത്ര കിട്ടും? 107. അതേപോലെ എഴുതുക. ഈ 10ന്റെ 0 ഇടുക. ആൻസർ 1070. 2ാമത്തെ സബ് ക്വസ്റ്റ്യനും സിമ്പിൾ ആണ്. നമ്മൾ പഠിച്ച ഇക്വേഷൻ, ഈ ഇക്വേഷനും ഇമ്പോർട്ടന്റ് ആണ്. ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ പദവും ലാസ്റ്റത്തെ പദവും തരുവാണെങ്കിൽ വി ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ. എന്താണ്? സമ്മിന്റെ ഇക്വേഷൻ Sn = n/2 × x1 + xn. x1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ടൈം. xn എന്ന് പറഞ്ഞാൽ എന്താണ്? ലാസ്റ്റ് ടൈം. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ നമുക്കിനി ഈ 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി. അതായത് മെയിൻ ക്വസ്റ്റ്യൻ നമ്മൾ 1ാമത്തെ പരിചയപ്പെട്ടു. അതിന്റെ സബ് ക്വസ്റ്റ്യൻ 2 ആയിരുന്നു. ആ 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അടുത്ത ക്വസ്റ്റ്യനും വളരെ സിമ്പിൾ ആണ്. എന്നാൽ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. വളരെ അത് മനസ്സിലാക്കണം. ഒരു എക്സെപ്ഷണൽ കേസ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുക.
ഹൗ മച്ച് മോർ ദ സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പൊ ആദ്യത്തെ സീക്വൻസ് അവർ തന്നിട്ടുണ്ട് എത്രയാ? 15, 21, 27 എക്സെട്ര. ഇതാണ് ഫസ്റ്റ് സീക്വൻസ്. അടുത്തത് ദാൻ ദ സം ഓഫ് ദ ഫസ്റ്റ് 25 ടേംസ് ഓഫ് അനദർ സീക്വൻസ് ലൈക്ക് അനദർ സീക്വൻസ് 17, 13, 19 എക്സെട്ര. അപ്പൊ ആദ്യത്തെ സീക്വൻസ് എന്താണ്? 15, 21, 27. അടുത്ത സീക്വൻസ് എന്താണ്? ഇവിടെ 7 ഉണ്ട്. 7, 13, 19. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ വരുമ്പോൾ 25ാമത്തെ പദത്തിന്റെ കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 25 പദം എത്ര മോർ ഹൗ മച്ച് മോർ എന്നാണ് ചോദിച്ചത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഇത് നോക്കുക, ഇത് രണ്ടും കൂടെ ഒന്ന് കുറച്ച് നോക്കിയേ. ഈ ഫസ്റ്റ് ടേമും ഇതിന്റെ അകത്തെ ഫസ്റ്റ് ടേമിന്റെ ഡിഫറൻസ് നോക്കിയേ. 15 - 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 8. ഇനി ഇതിന്റെ അകത്ത് സെക്കൻഡ് ടേമും തമ്മിൽ കുറച്ച് നോക്കിയേ. 21 - 13 അതും എന്താണ്? 8. ഇനി ഇവിടുത്തെ x3 രണ്ടും കൂടെ കുറച്ച് നോക്കിയേ. 27 - 19 ദാറ്റ് ഈസ് 8. എല്ലായിടവും ഡിഫറൻസ് കോമൺ ആണ്. തമ്മിലുള്ള അരിത്തമെറ്റിക് സീക്വൻസിന്റെ ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആണെങ്കിൽ നമുക്ക് ഈ 25th ടേമിന്റെ അതിന്റെ എത്ര മോർ ആണെന്നല്ലേ, എത്ര കൂടുതലാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാം. 25 × 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 200 ആയിരിക്കും ആൻസർ. ഇത് ഓർത്തു വെക്കുക, ഒരു എക്സെപ്ഷണൽ കേസാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴേ ഓർത്തോണം ഈ രീതി ചെയ്യാനുള്ളതായിരിക്കും. അവിടുത്തെ ഡിഫറൻസ് എപ്പോഴും സെയിം ആയിരിക്കും. ഇവിടെ നോക്കി, ഇവിടുത്തെ എല്ലാത്തിനും ഡിഫറൻസ് സെയിം അല്ലേ. അങ്ങനെ വരുമ്പോൾ ഇപ്പൊ 25ാമത്തെ പദത്തിന് എത്ര കൂടുതലാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? 25 × 8. ഇനി ഇപ്പൊ 30ാമത്തെ പദമാണെങ്കിലും 30 × 8. മനസ്സിലായ? അതപ്പം ആ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കി കൊടുക്കുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഈ രീതി ചെയ്യണം എന്നുള്ളൊരു കാര്യം, ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, അടുത്ത നമുക്ക് 3ാമത്തെ ക്വസ്റ്റ്യനോട്ട് പോവാം. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് 3ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ വായിച്ചർത്ഥം മനസ്സിലാക്കുക. 3ാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 10th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 50 ആൻഡ് 21st ടേം ഈസ് 75. അതിന്റെ അത് നമുക്ക് ആദ്യം തന്നെ നമുക്ക് സ്റ്റെപ്പ് എഴുതാം. 10th ടേം എത്രയാണ്? 50. അതേപോലെ തന്നെ 21st ടേം 75. 10th ടേം 50യും 21st ടേം 75. കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 30 ടേം ഓഫ് ദ സീക്വൻസ്. നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ D ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് നമ്മൾ പഠിച്ചിട്ടുള്ള ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ടേമുകൾ എത്രയാണ്? 75ഉം 50ഉം. അപ്പൊ എന്ത് എഴുതാം? 75 - 50 ഡിവൈഡ് ബൈ 75ന്റെ പൊസിഷൻ എത്ര? 21 - 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 25 ഡിവൈഡ് ബൈ 21 - 10 എത്രയാണ്? 11. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? കോമൺ ഡിഫറൻസ് D ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 25/11 എന്ന് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് അടുത്ത കാൽക്കുലേറ്റ് ദ ഫസ്റ്റ് 30 ടേംസ് ഓഫ് ദിസ് സീക്വൻസ്. നമുക്ക് വേണ്ടത് 30 ടേമുകളുടെ എന്താണ് വേണ്ടത്? സം ആണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടി നമുക്കറിയാം എന്താണ് നമ്മുടെ ഫസ്റ്റ് ടേം എന്ന് അറിഞ്ഞിരിക്കാം. നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടിയെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടേം വേണം. ഇവിടെ തന്നിട്ടുണ്ട് 10th ടേം 50 ആണെങ്കിൽ ഫസ്റ്റ് ടേമായ x1 എന്ന് പറയുന്നത് 10th ടേമായ x10ൽ നിന്നും 9D കുറച്ചാൽ പോരും. 9 തവണ കോമൺ ഡിഫറൻസ് കുറച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ 10ാം പദം ഇവിടെ എത്രയാണ്? 50. 50 മൈനസ് 9 ഗുണം D എത്രയാണ്? 25 - 11. ദാറ്റ് ഈസ് ഈക്വൽ ടു 50 മൈനസ് 25 ഗുണം 9 എന്ന് പറയുന്നത് 225 ഡിവൈഡ് ബൈ 11. നമുക്കിത് സോൾവ് ചെയ്യാൻ അറിയാം. ഇതിന്റെ താഴെ എന്തുണ്ട്? 1 ഉണ്ട് 50ന്റെ. ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ x1 ഈസ് ഈക്വൽ ടു 50 ഗുണം 11 മൈനസ് 225 ഗുണം 1 ഡിവൈഡ് ബൈ 11 ഗുണം 1. മനസ്സിലായല്ലോ അത് എങ്ങനെയാ വന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ 50 ഗുണം 11 ഇത് രണ്ടും കൂടെ ഗുണിക്കുക. ഈ 225 ഗുണം 11 അതാണ് ഇവിടെ മൈനസ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ മൈനസ് ഇട്ട്. ഇനി ഡിവിഷൻ താഴെ നോക്കിയേ. ഡിവിഷൻ എന്താണ്? ഡിവിഷൻ ഈ 1 ഗുണം 11 അതാണ് താഴെ. ദാറ്റ് x1 ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 550 മൈനസ് 225 ഡിവൈഡ് ബൈ 11. ദാറ്റ് ഈസ് ഈക്വൽ x1 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 550 325 x1 നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്തും കൂടെ വേണം? xn കൂടെ വേണം അല്ലെ? കാരണം സം ചെയ്യാൻ വേണ്ടി x1 വേണം xn വേണം. xn കിട്ടാൻ വേണ്ടി നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്ന 30 പദങ്ങളുടെ തുകയാണ്. അതല്ലേ xn ആയിട്ട് വരിക. അപ്പം x30 മതി നമുക്ക്. അതാണ് ലാസ്റ്റ് ടൈം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് x30 കണ്ടുപിടിക്കാൻ a+n - 1 × d അല്ലെങ്കിൽ x1 + n - 1 × d എന്ന് ചെയ്യാം.
x1 ഇവിടെ എത്ര ഉണ്ട്? ഇപ്പം x1 നമുക്ക് ഇപ്പൊ എത്ര കിട്ടി? 325/11 പ്ലസ് n - 1 30 - 1 ഇൻറ്റു d എത്ര? 11/20. സോറി, എത്ര? d എന്ന് പറയുന്നത് 25/11. അപ്പൊ ഡിയുടെ അവിടെ 25/11. വളരെ സിമ്പിൾ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലാസ്റ്റ് എന്ത് കിട്ടും? 325/11 പ്ലസ് എത്ര കിട്ടും? 30 - 1 എന്ന് പറഞ്ഞാൽ 29 അല്ലെ? 29 ഗുണം 25 എന്ന് പറയുന്നത് 725/11. ഓക്കെ അല്ലേ? അപ്പം S30 എത്ര കിട്ടും? ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യാൻ നേരം നമുക്ക് എത്ര കിട്ടും? 1050. ഇത് രണ്ടും കൂടെ കൂട്ടാൻ നേരം 1050 ഡിവൈഡ് ബൈ 10. അപ്പൊ x30 എത്ര കിട്ടി? 1050/11. ക്ലിയർ അല്ലേ? അപ്പൊ x30യും കിട്ടി, അതേപോലെ തന്നെ x1ഉം കിട്ടി. ഇനി സമ്മ് കിട്ടാൻ വേണ്ടി ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ പോലെ. ഇനി സമ്മ് കിട്ടാൻ വേറെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി. ഏതൊക്കെ തമ്മിൽ? നമുക്ക് ഇപ്പൊ കിട്ടിയ x30യും x1ഉം നമുക്കറിയാം. ഇനി നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മാത്രം മതി, നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ ഇക്വേഷൻ്റെ അകത്ത് അപ്പൊ നമുക്ക് എന്തൊക്കെയാ കിട്ടിയത് അതും നമുക്കൊന്ന് എഴുതി വെക്കാം. x1 നമുക്ക് എത്ര കിട്ടി? x1 എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ കിട്ടിയായിരുന്നു 325/11 കിട്ടി. അതേപോലെ x30 എന്ന് പറയുന്നത് നമുക്കിപ്പോ കിട്ടിയായിരുന്നു എത്രയായിരുന്നു? 1050/11 കിട്ടി. ഇനി നമുക്ക് നമ്മുടെ SN എടുത്തിട്ട് SN ഈസ് ഈക്വൽ ടു എന്താണ്? n/2 ഇൻറ്റു x1 പ്ലസ് xn. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? എന്നിന്റെ സ്ഥാനത്ത് എത്രയാണ്? 30/2 ഇൻറ്റു x1ന്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കാം? 325/11 പ്ലസ് 1050/11. സിമ്പിൾ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി വാല്യൂ ഇട്ട് കൊടുക്കുക. SN ഈസ് ഈക്വൽ ടു 30/2 ഇൻറ്റു ഇത് രണ്ടും കൂടെ കൂട്ടാൻ നേരം എത്ര കിട്ടും? 320. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ആ 11 അതേപോലെ തന്നെ എഴുതാം. ന്യൂമറേറ്ററിൽ എന്ത് എഴുതാം? 325ഉം 1050ഉം കൂടെ കൂട്ടാൻ നേരം നമുക്ക് അത് രണ്ടും കൂടെ കൂട്ടും 1375 എന്ന് കിട്ടും. ഇനി ഇത് രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഗുണിച്ച് ഡിവൈഡ് ചെയ്താൽ മാത്രം മതി അല്ലെ? ഈ രണ്ടും ഈ 30ഉം കൂടെ വെട്ടി നമുക്ക് എന്ത് കിട്ടും? 15 ഗുണം 1375 ഡിവൈഡഡ് ബൈ 11. SN ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? ഇത് രണ്ടും കൂടെ ഗുണിക്കാൻ നേരം ന്യൂമറേറ്റർ എന്താണ്? 15 ഗുണം 1375 എന്ന് പറയുന്നത് ഗുണിക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. 20,625 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ എന്താണുള്ളത്? 15. ഇനി ഇത് ഡിവൈഡ് ചെയ്യണം, അതും നമുക്കറിയാവുന്ന. അത് ഡിവൈഡ് ചെയ്യാൻ നേരം നമുക്ക് നമ്മുടെ ആൻസർ കിട്ടും. ആൻസർ ഞാൻ എഴുതി 1875. ഡിവൈഡ് ചെയ്യാൻ നേരം നമുക്ക് ആൻസർ എത്ര കിട്ടും? 1875. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കണക്കുകളാണ് ഇതിലുള്ളത്. നല്ലൊരു ചാപ്റ്റർ ആയിരുന്നു. എല്ലാവർക്കും ഞാൻ പഠിപ്പിച്ചതും ഞാൻ പറഞ്ഞു തന്ന എല്ലാ ഹിന്റുകളും ഇക്വേഷൻസുകളും എല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഇനി ഇടുന്ന ക്ലാസ്സുകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലായെന്ന വിശ്വാസത്തോടു കൂടി ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് ക്ലാസ്സിലെ നെക്സ്റ്റ് ചാപ്റ്ററുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.